നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ. ഭർത്താക്കന്മാരെ ഒന്ന് കേൾക്കണേ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ പണി ഞാൻ നാളെ പറഞ്ഞുതരാം. ഭർത്താവിന്റെ ജോലി എന്തായിരുന്നു? ഒരു ഭാര്യയോട് നബിതങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ചെയ്തിരുന്നത് എങ്ങനെയാണ് വർത്തിച്ചത്? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ്, വസ്ത്രത്തിന്റെ അഴുക്കുകൾ സ്വന്തമായി റസൂലുള്ള നീക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു. അള്ളാന്റെ റസൂൽ സ്വന്തമായി ആടിന്റെ പാല് കറക്കുമായിരുന്നു. കീറിപ്പോയ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തമായി തുന്നിച്ചേർക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമായി തയ്ച്ചു ധരിക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജോലി ആ ഹബീബായ തങ്ങൾ സ്വന്തമായി ചെയ്തു തീർക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് ആടുമാട് ഒട്ടകങ്ങളെ അഴിച്ചു കെട്ടുമായിരുന്നു. അള്ളാന്റെ റസൂല് കുളിപ്പിക്കുമായിരുന്നു. അള്ളാന്റെ റസൂല് പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന്റെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയാണിത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലല്ലയോ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു തന്നത്? ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ വീട്ടിലെ ജോലി വീട് അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു തൂത്ത് വീട് വൃത്തിയാക്കുന്ന ജോലി മുഹമ്മദ് മുസ്തഫ. അരി അരച്ചു കൊടുക്കുമായിരുന്നു. ഭൃത്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭാര്യയോടൊപ്പം ഒരുമിച്ചിരുന്ന് മാത്രമേ അള്ളാന്റെ റസൂല് ഭക്ഷിക്കുമായിരുന്നുള്ളൂ. ഭാര്യയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാന്ന് പറഞ്ഞാല് ചുമ്മാ തിന്നാ പോരാ, കുറച്ചു വാരി ഓളെ തൊള്ളയിൽ വെച്ച് കൊടുക്കണം. അത് കാമുകന്മാരുടെ പണിയല്ല. ഐസ്ക്രീം ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം. അത് അങ്ങോട്ട് അവിടെ ഇവിടെ അതല്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറയുകയാണ്, വല്ലം ബുലൂസ് കിട്ടിയോ? യാ സഅദേ, ഓ സഅദേ, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ മിമ്മ ബതഗാ ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ ഹത്താ തളഅ യദക ഫീ ഫമിംറാതിക. ഏ സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശം എന്തെന്നറിയുമോ? ഏ സഅദേ, നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനു പോലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി നൽകാതിരിക്കുകയില്ല. ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം, ഒന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടം എങ്കിലും എടുത്തു വെച്ച് കൊടുക്കണം. പക്ഷെ കുട്ടികൾ കാണരുത് നിർത്തുക. കാരണം എന്താ? പിന്നെ അവന്മാര് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ തൊള്ളയിൽ വെച്ച് കൊടുക്കാൻ പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം, ഇങ്ങോട്ട് ഒന്ന് വാങ്ങണം. ഇവൻ കുഴച്ചത് ഞാൻ തിന്നുകയെ, അവള് കുഴച്ചത് ഞാൻ തിന്നുകയെ. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹബന്ധം ഒന്ന് പറയട്ടെയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കേ, ഞാൻ ഋതുമതിയാണ്, മെൻസസ് പീരീഡിൽ ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ശേഷം നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ നബി തങ്ങൾക്ക് കൊടുത്തു.
അള്ളാന്റെ റസൂലിന് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. ആയിഷ ബീവി പറയുകയാ, അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഗ്ലാസിന്റെ ഏത് വക്കില് വെച്ചാണോ വെള്ളം കുടിച്ചത് അതേ ഭാഗത്ത് വെച്ചാണ് അള്ളാന്റെ റസൂലിന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചത്. ഋതുമതിയായിരുന്ന ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഉച്ഛിഷ്ടം, ലോകത്തിന്റെ വിളിയാളമേ, ലോകത്തിന്റെ പടപ്പാട്ടെ, ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ നാവിൽ അമർത്തിക്കൊണ്ട് കുടിക്കുകയാണ്. ഒരിറച്ചി കഷണമെടുത്ത് ഞാൻ കടിക്കുകയും അള്ളാന്റെ റസൂലിന് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. അള്ളാന്റെ റസൂല് ഞാൻ ഏത് പല്ല് വെച്ചാണോ ഏത് ചുണ്ട് കൊണ്ടാണോ അമർത്തിക്കടിച്ചത് അതേ ചുണ്ട് കൊണ്ട് തന്നെ അള്ളാന്റെ റസൂൽ ഞാൻ കടിച്ച ഇറച്ചി കഷണം കടിച്ചുവെന്ന് മഹദിയായ ആയിഷ ബീവി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇന്നമാ ഫഅലത് ദാലിക ലിമാ ബൈനഹു ലിമാ ബൈന സൗജി വസ്സൗജതി മിനൽ ഇംബിസാത്ത്. ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കൽ, ഭാര്യ കഴിച്ചതിന്റെ ബാക്കി ഭർത്താവ് കഴിക്കൽ, ഭാര്യയുടെ വായിൽ ഭർത്താവ് വെച്ചു കൊടുക്കൽ, ഭർത്താവിന്റെ വായിൽ ഭാര്യ വെച്ചു കൊടുക്കൽ. മിനൽ ഇംബിസാത്ത്, കുടുംബ ജീവിതത്തിന്റെ ഒരു മനപ്പൊരുത്തമത്രേ, ഒരു മനപ്പൊരുത്തമത്രേ. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളാത്, സ്നേഹത്തിന്റെ അടയാളാത്. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഇന്നി ഹായിളുൻ, ഞാൻ ഋതുമതിയായിരിക്കുമ്പോ നബി തങ്ങൾ എന്നോട് പറയുന്നു, യാ ആയിഷ നാവിൽനി അൽ ഖുംറത മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് ആ മുസല്ല ഒന്നെടുക്കുമോ ആയിഷ? പള്ളിയിൽ നാം മുസല്ലയുടെ ഉടനെ ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, ഇന്നി ഹായിളു യാ റസൂലല്ലാഹ്, ഞാൻ ഋതുമതിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ ഇന്ന ഹൈളതകി ലൈസത് ബിയദികി. ഋതുമതി നിന്റെ ഹൈളുകാരി എന്ന് പറയുന്നത് നിന്റെ ഹൈളുള്ളത് എടെ ആയിഷ, എടെ ആയിഷ. ഹൈലുകാരി പെണ്ണുങ്ങളെ, മെൻസസ് പീരിയഡ് ഭാര്യമാരെ തടയുന്നവരെ, വലിച്ചെറിയുന്നവരെ, അവരെ ഒഴിവാക്കുന്നവരെ, അവരെ മട്ടുപ്പാവിലേക്ക് മാറ്റി കിടത്തുന്നവരെ, ഋതുമതിയായ പെണ്ണ് പാചകം ചെയ്തു തരുന്ന ഭക്ഷണം കഴിക്കാത്ത ഭർത്താക്കന്മാരെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ താക്കീത്, അവളോട് ശാരീരിക ബന്ധം, ലൈംഗിക വീഴ്ച ഒഴിച്ച് ബാക്കിയെല്ലാം അനുവദനീയമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്തൃ ബന്ധം ലോകത്ത് ആര് പഠിപ്പിച്ചു കൊടുക്കും? ഇങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ എന്തായിരിക്കും സംഭവം? ബഹുമാനമുള്ള സഹോദരൻ, ഫാത്തിമ റളിയല്ലാഹു തആല അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒന്നും നീ കുറ്റം പറയരുത്, അദ്ദേഹത്തെ നീ സഹിക്കുക. ഇറങ്ങി വന്നപ്പോ അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഫാത്തിമ പറഞ്ഞു, വല്ലാഹി ലാ അഷ്കു അന്നക അങ്ങേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി മേലിൽ ഞാൻ പറയുകയില്ല. അലി റളിയല്ലാഹു പറഞ്ഞു, നിനക്ക് ഇനി വെറുപ്പുണ്ടാകുന്ന ഒരു വാക്കും ഞാനും ഇനി പറയൂല. ഭർത്താക്കന്മാരെ മനസ്സിലാക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഭർത്താക്കന്മാരുടെ കടമ നാളെ നമ്മൾ ഭാര്യമാര് ഭർത്താക്കന്മാരോടുള്ള കടമ ഇത് തീർന്നിട്ടില്ല. ഈ ഭർത്താക്കന്മാരുടെ കടമ ഇനിയുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കുടുംബ ജീവിതമാണ്. കാരണം നമ്മളിവിടെ ഒരു വലിയ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ വൈവാഹിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമുക്ക് എന്താണ് വിവാഹ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒന്നാമത്തെ കരാറ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതെന്താണ്? ഞാൻ എന്റെ സ്വഭാവത്തിനും എന്റെ കൽപ്പനയ്ക്കും വിധേയയാകാത്ത ഒരു പെണ്ണാണ് എന്റെ ഭാര്യയെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കേണ്ടതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല എങ്കിൽ നല്ല നിലയിൽ മാന്യമായ മാർഗത്തിൽ ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം വിധി നിയമപ്രകാരം മാന്യമായ നിലയിൽ ഞാൻ അവളെ മൊഴി ചൊല്ലിക്കൊള്ളാം. അതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അവളെ മൊഴി ചൊല്ലേണ്ടി വരുന്നത്? എന്താണ് അവളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ്? അതുകൊണ്ട് ഭാര്യയുടെ ഉത്തരവാദിത്വം എന്താണ്? അത് നാളെ പറഞ്ഞിട്ട് മരണത്തിന്റെ വിഷയം ചർച്ച ചെയ്ത്
തീർത്ത് ഇൻഷാ അല്ലാ ദുആ ചെയ്ത് പിരിയാം. ഈ അറബിൽ പറഞ്ഞു തന്നത് തൃപ്തിപ്പെട്ടോ? കബിൽത്തു, തൃപ്തിപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, റളീത്തു, ഇഷ്ടപ്പെട്ടു. അവൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോവോ? ഇതറിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോവോ? ഇവിടെ പറഞ്ഞു കൊടുക്കോ? അത് മലയാളത്തിൽ ഏതാ പറയുന്നത് അറിയാവോ? എന്റെ മകൾ സബീന ബീവിയെ ഇത്ര മഹറിന് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു, ഞാൻ അത് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു, അതല്ലേ പറയാറുള്ളൂ. അതിലെന്ത് മനസ്സിലായി? അതിന് മുമ്പ് ഒരു വേടുണ്ട്, അതിന്റെ അർത്ഥം എന്നറിയോ? അതാണ് കല്യാണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ആദ്യമായി ഉസ്താദുമാര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, യുവാക്കളെ, വിവാഹം കഴിച്ചവരെ, കഴിക്കാൻ ആഗ്രഹിക്കുന്നവരെ, 24-ാം തീയതി 25-ാം തീയതി വിവാഹ സദസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഷണമാണിത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആലമുൽ അർവാഹിൽ വെച്ച് 3 കരാർ എടുത്തിട്ടുണ്ട്. കരാർ ബലിഷ്ഠമായ കരാറാണ് വിവാഹം. ബലിഷ്ഠമായ കരാർ. 10 മണിയായി. എത്ര മണി വരെയാ പ്രസംഗം? 10:30 വരെ. ബലിഷ്ഠമായ കരാർ. കല്യാണം ഒന്നും എത്തൂലല്ലോ, ഇത് 10 മണിക്ക് പറഞ്ഞ് എവിടെ അങ്ങ് എത്തൂല. ബലിഷ്ഠമായ കരാർ, നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു ഖുർആനിൽ പറയാൻ, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരാർ എടുത്തിട്ടുണ്ട്. وَإِذَا أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَ بَنِي إِسْرَائِيلَ. ബനു ഇസ്രായേലികളിൽ നിന്ന് അല്ലാഹു തആല കരാർ എടുത്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അല്ലാഹു കരാർ എടുത്തിട്ടുണ്ട്. പ്രവാചകന്മാരിൽ എല്ലാവരിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കരാർ എടുത്തിട്ടുണ്ട്. നബിമാരിൽ നിന്നും, വമിൻക നബിയെ അങ്ങിൽ നിന്നും, വമിൻ നൂഹിൻ നൂഹ് നബിയിൽ നിന്നും, ഈസായിൽ നിന്നും, എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു കരാർ എടുത്തു. ഇബ്രാഹിം, മൂസ, ഈസ ഇബ്നു മറിയം. വഅഖദ്നാഹും മീസാഖൻ ഗലീളാ. അല്ലാഹു പ്രവാചകന്മാരുടെ ആ കരാറിലൂടെ അല്ലാഹു അവരോട് ഉപദേശിച്ചത്, പടച്ച റബ്ബ് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, ദൗത്യം പരിപൂർണമായ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യാപിപ്പിക്കണമേ, പഠിപ്പിക്കണമേ, എത്തിച്ചു കൊടുക്കണമേ, ആ സന്ദേശം അറിയിക്കണമേ. وَأَخَذْنَاهُمْ مِيثَاقًا غَلِيظًا. ബലിഷ്ഠമായ കരാറാണത്. ഇതേപോലെ കരാറാണ് കല്യാണ ദിവസം ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ, ഖാദിമാരുടെ സാന്നിധ്യത്തിൽ ഒരു പെണ്ണിന്റെ പിതാവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നവവരൻ രണ്ടുപേരുടെ കൈകളും കൂട്ടിയിണക്കിക്കൊണ്ട് പറയുന്ന കരാർ, ഉസവ്വിജുക, നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു, അലാ മാ അമറല്ലാഹു തആല ബിഹി, അല്ലാഹു കൽപ്പിച്ച ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ. അല്ലാഹു കൽപ്പിച്ച വിധി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് എന്റെ മകളെ ഞാൻ കല്യാണം കഴിച്ചു തരുന്നത്. എന്താണ് ആ കരാർ? രണ്ട് കരാർ. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഈ 2 കരാർ യുവാക്കൾ മനസ്സിലാക്കിയാൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുടുംബ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് ആദ്യ ദിവസം ഈ പയ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ ഉപ്പ പറഞ്ഞു തരുന്നത്. മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. 1 നമ്പർ 1 മനസ്സിലാക്കിക്കോ. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പ പറയുന്നു, എന്റെ മകളെ നിന്റെ കയ്യിൽ പിടിച്ച് ഞാൻ വിവാഹം കഴിപ്പിച്ച് നിന്റെ ഇണയാക്കി, സഖിയാക്കി, തുണയാക്കി ഞാൻ തരുന്ന പെണ്ണ്, ഈ പെണ്ണിനെ അടിക്കൂല, തെറി പറയൂല, വേദനിപ്പിക്കൂല, ആവശ്യമില്ലാതെ മൊഴി ചൊല്ലൂല, എടങ്ങേറാക്കൂല, പട്ടിണിക്കിടൂല. ഇങ്ങനെ ഒരു നിലക്കും അവളെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്നുള്ള പരിപൂർണമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുന്നു. മിൻ ഇംസാകിൻ ബിമഅറൂഫ്.